ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാഡമി. നമ്മുടെ 8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഇക്വേഷൻ എന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്, പക്ഷേ അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളുണ്ട്. അത് നന്നായിട്ട് പഠിച്ചിരിക്കണം. നമുക്ക് നോക്കാം ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കട്ടെ. ആദ്യം നോക്കിയടാ, ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ആദ്യം ചെയ്യേണ്ടത് ചോദ്യങ്ങൾ നന്നായിട്ട് വായിക്കണം. ചോദ്യം വായിച്ചില്ല ആൻസർ കിട്ടില്ല. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ചോദ്യം നന്നായിട്ട് വായിക്കാം കേട്ടാ. ഒരു പ്രാവശ്യം വായിച്ച് നോക്കി കിട്ടിയില്ല എന്നാലും അത് വിടരുത്, ഒന്നും കൂടി എന്ത് ചെയ്യണം, ആ ചോദ്യം വായിച്ചു നോക്കണം കേട്ടോ. നമുക്ക് നോക്കാം. 198 സബ്ട്രാക്റ്റഡ് ഫ്രം എ നമ്പർ. നോക്കിയടാ, 198 ഒരു നമ്പറിൽ നിന്ന് കുറച്ച് എ നമ്പർ അല്ലേ. ആ നമ്പർ പറഞ്ഞിട്ടില്ല. ആ നമ്പർ പറയാത്തത് കൊണ്ട് നമ്മൾ ഇക്വേഷൻ എന്ന ചാപ്റ്ററിൽ എ നമ്പർ എന്ന് പറയണേ എന്ത് കൊടുക്കും? എക്സ് എന്ന് കൊടുക്കും. എന്ത് കൊടുക്കൂടാ? എക്സ്. അപ്പൊ ഞാൻ കൊടുക്കുകയാണ് എക്സ്. സബ്ട്രാക്റ്റഡ് എന്ന് പറയുമ്പോൾ അല്ലേ, എന്താണ് സബ്ട്രാക്റ്റഡ്? കുറയ്ക്കുക അല്ലേ. സബ്ട്രാക്റ്റഡ് ഏത് നമ്പറാ? 198 അല്ലേ. 198 ഇറ്റ് മേക്സ് അല്ലേ. ഇറ്റ് മേക്സ് എന്ന് പറഞ്ഞാൽ ഈസിക്കൽ ടു കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 163. ഡൗട്ട് ഉണ്ടാടാ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. 198 എന്ന് പറയുന്ന നമ്പർ ഒരു നമ്പറിൻ്റെ ഒപ്പം കുറച്ച് അല്ലേ. ആ നമ്പർ അറിയാത്തതുകൊണ്ട് എന്ന് കൊടുത്ത് എക്സ് എന്ന് കൊടുത്ത്. എക്സ് മൈനസ് 198 ഈസിക്കൽ ടു 163. ക്ലിയർ ആണോ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഇനി എങ്ങനെ ചെയ്യാം? ഇനി എക്സിനെ കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദി നമ്പർ? അതായത് ഈ എക്സ് എന്ന് പറയുന്ന നമ്പർ ഏതാണെന്നാ ചോദിച്ചേക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കിയടാ. എക്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടി എക്സിന്റെ ഒപ്പമുള്ള നമ്പറിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ പോരെ. ആരുടെ അടുത്ത് കൊണ്ടുപോകണം? 163 അടുത്ത് കൊണ്ടുപോയാൽ മതി അല്ലേ. ആരെ കൊണ്ടുപോകണം? 198 കൊണ്ടുപോകണം. നെഗറ്റീവായ 198 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? പോസിറ്റീവ് ആവും. എന്താ ഇവിടെ? പോസിറ്റീവ് ആവും. ഇവിടെ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്, നോക്കിയേ. നെഗറ്റീവ് ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? പോസിറ്റീവ് ആവും. അതേപോലെ തന്നെ ശ്രദ്ധിച്ചു വേടാ, മൾട്ടിപ്ലിക്കേഷൻ അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. ഇതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്. ഈ ചോദ്യം പഠിക്കണ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് അല്ലേ. നെഗറ്റീവ് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? പോസിറ്റീവ് ആവും. മൾട്ടിപ്ലിക്കേഷൻ അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. അപ്പോൾ ഇവിടെ എങ്ങനെ വരും ഒന്ന് പറഞ്ഞു നോക്കിയേ. എക്സ് ഈസിക്കൽ ടു 163 അല്ലേ. 163 നെഗറ്റീവ് 198 അല്ലേ. നെഗറ്റീവ് 198 നെഗറ്റീവ് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? പോസിറ്റീവ് ആവും. പ്ലസ് 198. അപ്പോൾ എക്സ് ഈസിക്കൽ ടു കൂട്ടി നോക്കാട്ടെ. നോക്കിടാ, ഇതിനൊന്ന് ഇനി കൂട്ടി നോക്കുക കേട്ടോ. ശ്രദ്ധിച്ചു നോക്കിയേ. 8 കൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ 11. 1 9 കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 10. 10 + 6 16 അല്ലേ. 1 എത്രയായി? 1 1 1 3. എത്ര കിട്ടി? എക്സ് ഈസിക്കൽ ടു 361. ഇത്രയും ചെയ്താൽ മതി. ഈസി അല്ലേടാ. ആദ്യം എന്താ ചെയ്യേണ്ടത്? ചോദ്യം നന്നായിട്ട് വായിക്കണം. ചോദ്യം വായിച്ചില്ലെങ്കിൽ കിട്ടൂല കേട്ടോ. ചോദ്യം നന്നായിട്ട് വായിക്കണം കേട്ടോ. നോക്കിയേ, അടുത്തൊരു ചോദ്യം ഇതേപോലെ തന്നെയാണ്, പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഒന്ന് വായിച്ചറിയാൻ പറ്റും. എന്താണ്? 264 ആഡഡ് ടു എ നമ്പർ. 264 ആഡഡ് ടു എ നമ്പർ. അതായത് 264 ഒരു നമ്പറിൻ്റെ ഒപ്പം കൂട്ടി അല്ലേ. ആ നമ്പർ അറിയാത്തതുകൊണ്ട് നമ്മൾ എന്ന് കൊടുക്കും. നേരത്തെ എന്തായിരുന്നു? സബ്ട്രാക്റ്റഡ് ആയിരുന്നു. ശരിയല്ലേ? അപ്പോൾ 264 ആഡഡ് ടു എ നമ്പർ. എ നമ്പർ എന്ന് പറഞ്ഞാൽ ആ നമ്പർ അറിയാത്തതുകൊണ്ട് എന്ന് കൊടുക്കുക എക്സ് എന്ന് കൊടുക്കുക. ആ നമ്പർ അറിയില്ല, ആ നമ്പർ അറിയാത്തതുകൊണ്ട് എക്സ് എന്ന് കൊടുത്ത്. ആഡ് എന്ന് പറയുമ്പോൾ എന്ത് കൊടുക്കുക? ആഡ് ചെയ്ത് എന്താ? കൂട്ടിയേക്കുന്നതാണ്. അപ്പൊ എന്താ? പ്ലസ് 264 ഈസിക്കൽ ടു മേക്സ് ഇറ്റ് 452. ഇനി വാട്ട് ഈസ് ദി നമ്പർ അല്ലെ. ആ എക്സ് എന്ന് പറയുന്ന നമ്പർ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയടാ. നേരത്തെ എന്താ വന്നേ? എക്സ് മൈനസ് ആ വന്ന്. ഇവിടെ എന്താ പറയണ? എക്സ് പ്ലസ് ആണ്. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലെ, എന്തിനെ കണ്ടുപിടിക്കാൻ വേണ്ടി? എക്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടി എക്സിന്റെ ഒപ്പമുള്ള ആരാ? 264. ഈ 264 ഇങ്ങോട്ട് കൊണ്ടുപോയാണ് അല്ലെ. അപ്പൊ ആര് മാത്രമാവും? എക്സ് മാത്രമാവും. ആര് മാത്രമാവൂടാ? എക്സ് മാത്രമാവും. ഈസിക്കൽ ടു 452. ഈ പോസിറ്റീവ് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? നെഗറ്റീവ് ആവും അല്ലെ. നമ്മൾ നേരത്തെ പഠിച്ച് നെഗറ്റീവ് അങ്ങോട്ട് പോയപ്പോൾ എന്തായി? പോസിറ്റീവായി. അതേപോലെ തന്നെ ഇവിടെ പോസിറ്റീവ് ആണ്, അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? നെഗറ്റീവ് ആവും. അപ്പോൾ എക്സ് ഈസിക്കൽ ടു 452 - 264.
അപ്പോ എച്ച് ഈസിക്കൽ ടു നോക്കിയെടുക്കളെ ഇനി ഒന്ന് കുറച്ച് നോക്കാട്ടെ നമുക്ക് എങ്ങനെയാ 452 മൈനസ് 264 അല്ലേ 2 അല്ലെ 4 ചെറുതാണ് മുകളിൽ കിടക്കുന്നത് അപ്പൊ എന്ത് ചെയ്യണം കടം വാങ്ങണോ അല്ലേ എവിടെ നിന്ന് വാങ്ങും 5 നിന്ന് വാങ്ങും 5 എത്രയാവും 4 ആവും ഇവിടെ 2 ഉണ്ട് ഓൾറെഡി 1 പോകുമ്പോ 12 ആവും 12 നിന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ 8 ഇനി 6 ചെറുതാണ് 4 കുറയ്ക്കാൻ പറ്റുമോ ഇല്ല എന്ത് ചെയ്യണം കടം വാങ്ങണോ അല്ലേ അപ്പോ ഈ കടം വാങ്ങുമ്പോ 4 എന്താവും 3 ആവും ഇതെന്താവും 14 ആവും അപ്പോ 14 നിന്ന് 6 കുറച്ച് കഴിഞ്ഞാൽ 8 3 2 കുറച്ച് കഴിഞ്ഞാൽ 1 അപ്പോ നമുക്ക് എച്ചിന്റെ വാല്യൂ കിട്ടി അല്ലെ എന്താണ് 188 ഈ 2 ടൈപ്പ് ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒന്ന് സബ്ട്രാക്റ്റിന്റെ കാര്യം പിന്നെ ആഡ് ചെയ്ത് ഇനി വേറെ 2 ടൈപ്പ് കൊണ്ടും വരാം എങ്ങനെ പറയാം മൾട്ടിപ്ലിക്കേഷനും വരാം ഡിവിഷനും വരാം അപ്പോ ശ്രദ്ധിച്ച് ഇതേപോലെ തന്നെ ചെയ്യണം തെറ്റിച്ച് വെക്കരുത് കേട്ടോ ഓക്കെ ഇനി അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം കേട്ടോ ചോദ്യം വായിക്കണേ twice a number subtracted from 5 times of the same number അല്ലേ അതായത് ഇവിടെ twice എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം 2 ഇരട്ടി അല്ലേ 5 times എന്ന് പറഞ്ഞാൽ 5 times 5 into x അതായത് 5x എഴുതേണം മക്കൾ ശ്രദ്ധിച്ചേ ആദ്യം 5 times എന്ന് പറയുന്നത് 5 times എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം 5x അല്ലേ ഇനി 2 times അല്ലെ അല്ലെങ്കിൽ ട്വൈസ് എന്നും പറയാം 2 times എന്നും പറയുകയാണെങ്കിൽ എന്താണ് 2x നടുക്ക് എന്താ സബ്ട്രാക്റ്റഡ് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം കുറയ്ക്കുക ഗീവ്സ് ഈസ് ഈക്വൽ ടു 12 ഡൗട്ട് ഉണ്ടാടാ എന്താണ് മക്കളെ നമ്മുടെ 2 ചോദ്യങ്ങൾ കഴിഞ്ഞ് ഇനി എന്താണ് മൂന്നാമത്തെ ചോദ്യം ചെയ്യാൻ പോവുകയാണ് ചോദ്യം നന്നായിട്ട് വായിക്കണം കേട്ടാ ചോദ്യം നന്നായിട്ട് വായിച്ചാൽ മാത്രമേ ഉത്തരം കിട്ടുള്ളൂ ഓക്കെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ ചോദ്യം വായിച്ചരാ twice a number subtracted from 5 times of the same number gives 12 then a question ആണ് write the algebraic form of the statement ഇതിന്റെ algebraic form എഴുതണം അതായത് twice a number twice എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം 2 twice 2 അപ്പൊ എങ്ങനെ എഴുതാ 2x twice നെ എങ്ങനെ എഴുതാ 2x എന്ന് എഴുതാ അല്ലേ അങ്ങനെയാണെങ്കിൽ 5 times ന എങ്ങനെ എഴുതാ 5 times നെ എങ്ങനെ എഴുതാ 5x എന്ന് എഴുതാ അല്ലേ എങ്ങനെ എഴുതാ 5x അപ്പൊ ഇതിന്റെ ആൾജിബ്രൈക് ഫോം എന്തായിരിക്കും നോക്കി 5x സബ്ട്രാക്റ്റഡ് ആണ് പറഞ്ഞേക്കണത് അല്ലേ twice a number subtracted from 5 times of the same number അപ്പൊ എന്താ 5x minus 2 times എന്ന് പറയുമ്പോൾ 2x gives എത്ര 12 ഡൗട്ട് ഇല്ലല്ലോടാ അല്ലേ എ ക്വസ്റ്റ്യൻ കിട്ടി ഈസി അല്ലേ ആൾജിബ്രൈക് ഫോം എഴുതി ഇനിയാണ് ബി ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കാം മക്കളെ വിച്ച് ഈസ് ദി നമ്പർ അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന നമ്പർ എത്രയാണ് എക്സ് എന്ന് പറയുന്ന നമ്പർ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണം ഒന്ന് നോക്കാം ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് ചെയ്ത് നോക്കേ ഇതില് 5x minus 2x is equal to 12 ഡൗട്ട് ഇല്ലല്ലോ ഇനി എച്ചിനെ കണ്ടുപിടിക്കണം അല്ലേ 5x minus 2x നോക്കിയടാ 5 നിന്ന് 2 കുറച്ച് എത്രയാണ് 3 അല്ലെ 5 നിന്ന് 2 കുറച്ച് എത്രയാണ് 3 അങ്ങനെയാണെങ്കിൽ 5x നിന്ന് 2x കുറച്ച് കഴിഞ്ഞാൽ എത്രയാ 3x is equal to 12 ഇനി എന്താ ചെയ്യാവുന്ന ആലോചിച്ച് നോക്കി എച്ചിന്റെ കൂടെ ഉള്ളത് ആരാടാ എച്ചിന്റെ കൂടെ ഉള്ള ആരാ 3 എന്ത് 3 ആണ് അല്ലേ ഇത് നോക്കിയടാ 3 into x ആണ് എന്തെന്ന് പറയണത് 3x അപ്പോ ഇതിനെ നടുക്കെന്താ ഇൻറ്റു അല്ലേ മൾട്ടിപ്ലിക്കേഷൻ ആണ് അപ്പൊ ഈ എക്സിനെ അവിടെ നിർത്തിയിട്ട് ഈ 3 ഇങ്ങോട്ട് കൊണ്ടുപോയാണ് എന്ത് 3 ആണ് മൾട്ടിപ്ലിക്കേഷൻ 3 ആണ് മൾട്ടിപ്ലിക്കേഷൻ അങ്ങോട്ട് പോകുമ്പോൾ എന്താവും ഡിവിഷൻ ആവും അല്ലെ ഈസ് ഈക്വൽ ടു 12/3 അപ്പോ എക്സ് ഈസ് ഈക്വൽ എത്ര കിട്ടും 4 കിട്ടും ഇത്രയും ചെയ്താൽ മതി വല്ല പണിയുണ്ടാ ഇല്ല ആദ്യം ചോദ്യം നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ആൾജിബ്രൈക് ഫോം എഴുതി അങ്ങനെയാണെങ്കിൽ
എച്ച് കണ്ടുപിടിക്കുക. എച്ച് എന്താ ചെയ്ത് 5h 2h കുറച്ച് അല്ലേ, 5h 2h കുറച്ച് കഴിഞ്ഞാൽ 3h ഈസിക്കൽ ടു 12. എച്ചിനെ കണ്ടുപിടിക്കാൻ വേണ്ടി എച്ചിന്റെ ഒപ്പം വരാ 3. എന്ത് 3 ആണ്? മൾട്ടിപ്ലിക്കേഷൻ 3. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും അല്ലേ. അപ്പൊ എച്ച് ഈസിക്കൽ എന്ത് കിട്ടി? 4 എന്ന് കിട്ടി. ഓക്കെ, ഇനി നാലാമത്തെ ഒരു ചോദ്യമാണ് മക്കളെ, ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയടാ. ഇൻ എ കലണ്ടർ എ സ്ക്വയർ ഓഫ് 4 numbers ആർ മാർക്ക്ഡ് ആസ് ഷോൺ ബിലോ. ഇവിടെ ഒരു കലണ്ടറാണ്, അതായത് കലണ്ടർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 2 കഴിഞ്ഞാൽ 3 അല്ലേ? അതെ, പക്ഷേ ഇവിടത്തെ നമ്പർ നോക്കിയടാ, തൊട്ടടിത്ത നമ്പർ 2ഉം 9ഉം എത്ര കൂട്ടി? എത്ര ആയപ്പോഴാ? 7 അല്ലേ. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദി സം ഓഫ് ദിസ് 4 numbers. ഈ 4 നമ്പറിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ ഒന്നുമില്ല. ആ 4 നമ്പർ എന്ത് ചെയ്യാ? വെറുതെ കൂട്ടി എഴുതിയാൽ മതി. എ ക്വസ്റ്റ്യൻ എന്താണ്? ഈ 4 നമ്പറിന്റെ സമ്മ്, അതായത് 3 + 2 ഈസിക്കൽ ടു 5, 9 + 10 ഈസിക്കൽ ടു 19. അപ്പോൾ 19 + 5 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? എത്രയാണ്ടാ? 24. എ ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? എ ക്വസ്റ്റ്യൻ എന്താ ആൻസർ? 24. ഇത്രയും ചെയ്താൽ മതി. ഇനി ബി ക്വസ്റ്റ്യൻ ആണ് ശ്രദ്ധിക്കേണ്ടത്. ബി ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. Another 4 numbers are marked like this and their sum is 44. Which are the numbers? ഇപ്പോ ഏതെങ്കിലും ഒരു നമ്പർ മാർക്ക് ചെയ്തിട്ട് അല്ലെ, ഏതെങ്കിലും ഒരു നമ്പർ ഇഷ്ടമുള്ള എടുക്കാം. Another 4 numbers are marked like this and their sum is 44. അതായത് അതിന്റെ സം കൊടുത്തിട്ടുണ്ട് 44 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ നമ്പർ എടുക്കേണ്ടത് ശ്രദ്ധിച്ചിരുന്നോളേ. നമ്മ ഒന്നും അറിയില്ല, ആ നമ്പറെ കുറിച്ച് ഒന്നും അറിയില്ല, ഏത് നമ്പറാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അതിന്റെ സമ്മ് പറഞ്ഞിട്ടുണ്ട്. എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? സമ്മ് 44 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അറിയാത്ത ആദ്യത്തെ നമ്പർ എന്തായിരിക്കും? എന്തായാലും എച്ച് ആയിരിക്കും, ഉറപ്പായിരിക്കും. എച്ച് ആണ് ആദ്യത്തെ നമ്പർ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ നമ്പർ എന്തായിരിക്കും? h+2 ആണ് അല്ലേ. ഇവിടെ നോക്കിയടാ, 2 കൂടെ എത്ര കൂട്ടിയപ്പോഴാ 3 ആയത്? 1 കൂട്ടിയപ്പ അല്ലേ. അപ്പൊ 1 കൂട്ടിയപ്പ. അങ്ങനെയാണെങ്കിൽ എച്ച് ആണ്. അടുത്ത നമ്പർ എന്തായിരിക്കും? മക്കളെ ഒന്ന് നോക്കിയിടാം. നമ്മൾ 3 ചോദ്യം കഴിഞ്ഞ് 4ാമത്തെ ചോദ്യം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. എപ്പോഴും പറയണ തന്നെ ചോദ്യം നന്നായിട്ട് വായിക്കണം കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചേടാ. ഇൻ എ കലണ്ടർ എ സ്ക്വയർ ഓഫ് 4 numbers ആർ മാർക്ക്ഡ് ആസ് ഷോൺ ബിലോ. ഒരു 4 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു കലണ്ടറില 4 നമ്പേഴ്സ് കേട്ടോ, ഒരു കലണ്ടറില 4 നമ്പേഴ്സ്. അപ്പോൾ എ ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ദി സം ഓഫ് ദിസ് 4 numbers. ഈ 4 നമ്പേഴ്സിന്റെ സമ്മ് കാണണം. വല്ല പാടുണ്ടോ? ഇല്ല. ഈ 4 നമ്പേഴ്സിൽ എന്ത് ചെയ്താൽ മതി? കൂട്ടി എഴുതിയാൽ മതി അല്ലെ. എങ്ങനെയാ കൂട്ടുക? 2 + 3. എത്ര? 2 + 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണെന്ന് അറിയാം, 5 ആണെന്ന് അറിയാം. അതേപോലെ തന്നെ 9 + 10 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 19 ആണെന്ന് അറിയാം. ഈ 2 നമ്പേഴ്സിന്റെ സമ്മ് എന്ന് പറയുന്നത് എത്രയാ? എ ക്വസ്റ്റ്യൻ ആണ്. ഈ 2 നമ്പേഴ്സിന്റെ സമ്മാണ് 24 അല്ലേ. 19ഉം 5ഉം കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും? 24 കിട്ടും. ഈസി അല്ലേ. ഇനി ബി ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു നോക്കണം. Another 4 numbers are marked like this and their sum is 44. അങ്ങനെയാണെങ്കിൽ ഒരു അനദർ 4 നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ സം എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് 44 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനൊന്ന് വരയ്ക്കണം, ശ്രദ്ധിച്ചിരുന്നോളേ. ഒരു കലണ്ടർ ഞാൻ വരയ്ക്കണം. ഇവിടെ നോക്കിയടാ, ഇവിടെ 2 കലണ്ടറിൽ എപ്പോഴും ഒന്ന് കൂട്ടി പോയല്ലേ. 4 കഴിഞ്ഞാൽ 5, 5 കഴിഞ്ഞാൽ 6, 6 കഴിഞ്ഞാൽ 7 അല്ലേ. അതേപോലെ തന്നെ നോക്കിയടാ, 2 കഴിഞ്ഞാൽ എത്രയാ? 3 വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നോക്കി, അതിന് തൊട്ട് താഴെ, 2ന്റെ തൊട്ട് താഴെ എന്താ വന്നേക്കണം? 9 ആണ്. അപ്പോ എത്ര കൂട്ടിട്ടുണ്ടാവും? 2ന്റെ ഒപ്പം 7 കൂട്ടിട്ടുണ്ടാവും അല്ലേ. എത്രയാണ്? 7 കൂട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ നമ്പർ എക്സ് എന്ന് കൊടുത്താല് രണ്ടാമത്തെ നമ്പർ എന്തായിരിക്കും? 1 കൂട്ടുന്നതല്ലേ. അപ്പോ x+1. ഡൗട്ട് ഇല്ലല്ലോടാ. ഇനി അടിയത്തൊന്ന് നോക്കി. ഇത് അടിയത്ത് ഞാൻ പറഞ്ഞു ഇവിടെ എത്ര കൂട്ടുന്നതാ? 7. 2ന്റെ ഒപ്പം 7 കൂട്ടിയപ്പോഴാണ് എന്തായത്? 9 ആയത്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ ഒപ്പം ഇവിടെ എത്ര കൂട്ടണം? 7 കൂട്ടണം. x+7. അടുത്ത നമ്പർ എന്തായിരിക്കും? അപ്പോ 1 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായിരിക്കും? x+8. ഡൗട്ട് ഇല്ലല്ലോടാ. ഇനി ഇതിന്റെ സമ്മ് കൊടുത്തിട്ടുണ്ട്. എന്താണ്?
എച്ച് നമുക്ക് നമ്മുടെ നമ്പേഴ്സ് ഒന്നും എടുത്ത് എഴുതാം. നമ്പേഴ്സ് ഒന്നും എടുത്ത് എഴുതാം. എച്ച് പ്ലസ് 1 എച്ച് പ്ലസ് 7 എച്ച് പ്ലസ് 8. ഇനി ഇതിന് സമ്മ് കൊടുത്തിട്ടുണ്ട് 44. ഈ സമ്മ് എന്ന് പറയുന്നത് എന്താ? ഇതെല്ലാം കൂട്ടി കിട്ടുന്നതാണെന്ന് പറയണത് സമ്മ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എച്ച് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? എന്താ എങ്ങനെ എച്ച് കണ്ടുപിടിക്കുക? എച്ച് പ്ലസ് 1 എച്ച് പ്ലസ് 7 എച്ച് പ്ലസ് 8 ഈസ് ഇക്വൽ ടു 44. ഇനി നോക്കിയടാ, എല്ലാ ടേംസിലും എന്തിനെ കാണുന്നുണ്ട്? എച്ചിനെ കാണുന്നുണ്ട്. ഈ എച്ചിനെല്ലാം കൂട്ടാൻ പോവുകയാണ്. 1 2 3 4. എത്ര എച്ച് കിട്ടി? 4x പ്ലസ് ഇനി 7 പ്ലസ് 1. 7 പ്ലസ് 1 എത്രയാണ്? 8. 8 പ്ലസ് 8 16 അല്ലേ? 16 ഈസ് ഇക്വൽ ടു 44. 16 ഈസ് ഇക്വൽ ടു 44. ഇനി എന്താ ചെയ്യുക? ഇവിടെ 4h പ്ലസ് 16 കിടക്കുന്നുണ്ട് അല്ലേ? അതായത് 4hനെ കൊണ്ടുപോകരുത്, മണ്ടത്തിലാണത്. പകരം എന്താണ് 4hന്റെ കൂടെ വേറെ ഒരാൾ കൂടെ ഉണ്ട്, 16 ഉണ്ട്. എന്ത് 16 ആണ് മക്കളെ? പോസിറ്റീവ് 16 ആണ്. അപ്പൊ ഈ പോസിറ്റീവിന് ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? നെഗറ്റീവ് ആവും. അപ്പൊ 4h ഈസ് ഇക്വൽ ടു 44 മൈനസ് 16. 44 മൈനസ് 16. ആ 4h ഈസ് ഇക്വൽ ടു അറിയോ? 44 16 എത്രയാ? ഒന്ന് ചെയ്ത് നോക്കിയടാ. 44 മൈനസ് 16. പോകാത്തോണ്ട് കടം വാങ്ങണോ അല്ലേ? ഇവിടെ എന്തായി? 14. 14ൽ നിന്ന് 6 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് മക്കളെ? 8 അല്ലേ? 3ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 2. അപ്പോ 4h ഈസ് ഇക്വൽ ടു 28. അപ്പോ എന്ത് കണ്ടുപിടിക്കണം? ഇനി എച്ചിനെ കണ്ടുപിടിക്കാൻ പറ്റൂലേ? എങ്ങനെയാണ് എച്ചിനെ കണ്ടുപിടിക്കുക? എച്ചിന്റെ കൂടെ ഉള്ളതാരാ? 4 ആണ്. എന്ത് 4 ആണ്? മൾട്ടിപ്ലിക്കേഷൻ 4 ആണ്. അപ്പൊ ഈ മൾട്ടിപ്ലിക്കേഷൻ 4നാ ഇങ്ങോട്ട് ഉണ്ടാവുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. അപ്പൊ എച്ച് ഈസ് ഇക്വൽ ടു 28/4. അപ്പോ എച്ച് ഈസ് ഇക്വൽ ടു എത്രയാണ് മക്കളെ? ഒന്ന് ആലോചിച്ചേക്കടാ. 7 അല്ലേ? എച്ച് ഈസ് ഇക്വൽ ടു 7. കിട്ടിയില്ലേ? ഇത്രയും ചെയ്താൽ മതി. അപ്പോൾ നന്നായിട്ട് ചോദ്യം വായിക്കുക, എന്നിട്ട് വേണം ആൻസർ എഴുതാൻ കേട്ടോ. നമ്മുടെ ലാസ്റ്റ് ഒരു ചോദ്യം കൂടി, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യം ഉണ്ട്. ഇത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയടാ. ഏജ് ഓഫ് എൽഡർ ബ്രദർ ഈസ് 10 years മോർ ദാൻ ദി ഏജ് ഓഫ് ദി യങ്ങർ ബ്രദർ. അതായത് യങ്ങർ ബ്രദറിനേക്കാളും അല്ലേ 10 വയസ്സ് കൂടുതലാണ് ആർക്ക്? എൽഡർ ബ്രദറിന്. അങ്ങനെയാണെങ്കിൽ പ്രസന്റ് ഏജില് എൽഡർ ഏജ്, അതായത് യങ്ങർ ബ്രദറിന്റെ ഏജ് എക്സ് എന്ന് കൊടുക്കണേ. എന്ത് കൊടുക്കണേ? യങ്ങർ ബ്രദറിന്റെ ഏജ് എക്സ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഏജ് ഓഫ് എൽഡർ ബ്രദർ ഈസ് 10 years മോർ ദാൻ ദി ഏജ് ഓഫ് യങ്ങർ ബ്രദർ അല്ലേ? അപ്പോൾ 10 വയസ്സ് കൂടുതലാണ് ആർക്ക്? എൽഡർ ബ്രദറിന്. അപ്പോൾ എങ്ങനെ എഴുതാ? എക്സ് പ്ലസ് 10 എഴുതിക്കൂടെ? ഇനി ആഫ്റ്റർ 4 years 4 വർഷം കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഏജ് എങ്ങനെ എന്തായിരിക്കും? ഇവിടെ നിന്ന് 4 വർഷം കഴിഞ്ഞ് ആഫ്റ്ററാ 4 വർഷം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇതിൻ്റെ ഒപ്പം എത്ര ഏജ് കൂടും? 4 കൂടും. അപ്പോൾ എക്സ് പ്ലസ് 4. ഈ എക്സ് പ്ലസ് 10ന്റെ ഒപ്പം ഒരു 4 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായി? എക്സ് പ്ലസ് 14 അല്ലേ? 4 വർഷം കഴിഞ്ഞിട്ടുള്ള ഏജ് ആണ് പറയണത്. പ്രസന്റ് ഏജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആദ്യത്തെ സെന്റൻസിൽ ഒരു ഏജ് കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നു? ആദ്യം യങ്ങർ ബ്രദറിന്റെ ഏജ് എച്ച് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 10 വയസ്സ് കൂടുതലാണ് ആർക്ക്? എൽഡർ ബ്രദറിന്. അപ്പൊ എങ്ങനെ എഴുതാ? എച്ച് പ്ലസ് 10. പിന്നെ 4 വർഷം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എച്ചിന്റെ ഒപ്പം 4 കൂട്ടിയാൽ പോരെ? അപ്പൊ 4 ആഫ്റ്റർ 4 yearsന്റെ ഏജ് ആയി. അതേപോലെ തന്നെ എൽഡർ ബ്രദറിന്റെ ഏജ് എന്തായിരിക്കും? എച്ച് പ്ലസ് 14. ഇനി നോക്കിയാടാ, നമ്മൾ എന്തായാലും ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്തു. അടുത്തത് വാട്ട് ഈസ് ദി പ്രസന്റ് ഏജ് ഓഫ് യങ്ങർ ബ്രദർ. നമ്മൾ ചോദ്യം കംപ്ലീറ്റ് വായിച്ചിട്ടില്ലടാ. നോക്കിയടാ. എൽഡർ ബ്രദർ വിൽ ബിക്കേം ട്വൈസ് ദി ഏജ് ഓഫ് യങ്ങർ ബ്രദർ അല്ലേ? ആരെ 2 ഇരട്ടിയാണ്? യങ്ങർ ബ്രദറിന്റെ 2 ഇരട്ടി. അപ്പൊ എങ്ങനെ എഴുതാ? എച്ച് പ്ലസ് 14. ആരുടെ ഏജ് അത്? ഇത് ആരുടെ ഏജാ?
എൽഡർ ബ്രദറിന്റെ ഏജ് ആണ് x+14 എന്ന് പറയുന്നത് ഈസിക്കൽ ടു 2 ടൈംസ് ദി അല്ലേ 2 ടൈംസ് അല്ലേ ട്വൈസ് എന്നും പറയാം 2 ടൈംസ് എന്ന് പറയാം ട്വൈസ് ദി ഏജ് ഓഫ് യങ്ങർ ബ്രദറിന്റെ 2 ഇരട്ടി. അപ്പൊ എങ്ങനെ എഴുതാ എക്സ് 2 ഇൻറ്റു ട്വൈസ് എന്ന് പറയുമ്പോ 2 അല്ലേ 2 ഇൻറ്റു x+4. ഇനി ഒന്ന് നോക്കിയടാ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഒരു ബ്രാക്കറ്റ് കണ്ട നിങ്ങൾ 2 ഇൻറ്റു x+4 എന്നുള്ളൊരു ബ്രാക്കറ്റ് കണ്ട. ഈ ബ്രാക്കറ്റ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഈ ബ്രാക്കറ്റ് ആദ്യം ഓപ്പൺ ചെയ്യണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണേ x+14 ഈസിക്കൽ ടു 2 ഇൻറ്റു എക്സ്. എങ്ങനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക? എങ്ങനെയാണ്? പുറത്തെ നമ്പറിനാ ബ്രാക്കറ്റിനുള്ള അകത്തുള്ള 2 നമ്പേഴ്സിന് എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ചെയ്യണം. പുറത്തുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ 2, അകത്തുള്ള 2 നമ്പർ എന്ന് പറഞ്ഞാൽ എക്സും 4ഉം. അപ്പോൾ ആദ്യം 2 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 2x. അടുത്ത് 2 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 8 പ്ലസ് 8. ഡൗട്ടില്ലല്ലോടാ. ഇനി x+14 ഈസിക്കൽ ടു 2x+8 അല്ലേ? ഇതില് നമ്പേഴ്സിന്റെ ടേമും ഉണ്ട് എക്സിന്റെ ടേമും ഉണ്ട്. അപ്പൊ ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ നമ്പേഴ്സിന്റെ ടേമിനെ ഒരുമിക്കാനാണ് എക്സിന്റെ ടേമിനെയും ഒരുമിച്ചാക്കിയാണ് കേട്ടോ. ഒന്ന് നോക്കിയേ, ഈ എക്സിനെ ഞാൻ നേരെ ഇങ്ങോട്ട് കൊണ്ടുപോയാണ്. അതേപോലെ തന്നെ ഈ 8 ഇങ്ങോട്ടും കൊണ്ടുപോയാണ്. ശ്രദ്ധിക്കുക കേട്ടോ. ഈ എക്സ് എന്ത് എക്സ് ഇവിടെ പോസിറ്റീവ് എക്സ് ആണ്. പോസിറ്റീവ് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? നെഗറ്റീവ് ആവും. അപ്പോൾ ഇവിടെ ഓൾറെഡി ആരുണ്ട്? 2x ഉണ്ട്. അപ്പൊ 2x ഈ പോസിറ്റീവ് എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? നെഗറ്റീവ് എക്സ് ആവും. ശരിയാണോ? അല്ലേ? അപ്പോൾ ഇവിടെ ഓൾറെഡി ആരുണ്ട്? 14 ഉണ്ട്. ഇവിടെ എന്ത് 8 ആണുള്ളത്? പോസിറ്റീവ് 8 ആണ്. പോസിറ്റീവ് 8 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? നെഗറ്റീവ് ആവും അല്ലേ? -8. ഡൗട്ട് ഇല്ലല്ലോടാ അല്ലേ? ഇനി ഒന്ന് നോക്കി, ഇനി എങ്ങനെ ചെയ്യാ? ഇനി ഈസിക്കൽ ടു 2xൽ നിന്ന് x കുറച്ച് കഴിഞ്ഞാൽ എന്താ? 2xൽ നിന്ന് x കുറച്ച് കഴിഞ്ഞാൽ x അല്ലേ? ഇനി നോക്കിയടാ, 14 - 8 എത്ര കിട്ടും മക്കളെ? നോക്കിച്ചേടാ, 14ൽ നിന്ന് 8 കുറച്ച് കഴിഞ്ഞാൽ എത്രയാ? 6 അല്ലേടാ? 6 6. അപ്പോ എക്സ് കിട്ടി 6 വയസ്സ്. എക്സ് എന്ന് പറഞ്ഞാൽ ആരാ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എക്സ് എന്ന് പറഞ്ഞാൽ ആരാ? യങ്ങർ ബ്രദറിന്റെ ഏജ് കിട്ടി, എക്സ് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി പെർസെന്റേജ് ഓഫ് യങ്ങർ ബ്രദർ അല്ലേ? യങ്ങർ ബ്രദറിന്റെ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർസെന്റേജ് എത്രയാണ്? 6 ആണ്. കിട്ടിയില്ലേ? ഇത്രയും പഠിച്ചാൽ മതി. ഇത് പല ടൈപ്പ് ചോദ്യം ചോദിക്കാം. അപ്പോ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം, തെറ്റിച്ച് വെക്കരുത്. ഒരു പ്രാവശ്യം ചോദ്യം വായിച്ച് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ചോദ്യം ഒന്നുകൂടെ എടുത്ത് വായിക്കണം, തെറ്റിച്ച് വെക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയും 5 ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിച്ചിരിക്കുക കേട്ടോ.